ഇവിടെ ഒരു മസ്ജിദ് മാട്ടൂലാണ്. ഞാനിങ്ങനെ ചെമ്പള്ളിക്കുണ്ട് വഴി വരുമ്പോൾ ഇവിടെ ഒരു ചെവിട് കേൾക്കാത്ത പിന്നെ സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരാളെ ആരോ ബൈക്കിൽ വന്നിട്ട് രണ്ടാൾക്കാർ അടിച്ചെന്നാ പറയുന്നത്. അടിച്ചിട്ട് സൈക്കിളൊക്കെ കാട്ടിലേക്ക് ഉന്തിയിട്ടിട്ട് ചാവിയൊക്കെ എടുത്തിട്ട് പോയി എന്നാ പറയും. ഇപ്പൊ ഇവിടെ അൻസാരി കണ്ടില്ല. എന്താ സംഭവം വരുന്ന സമയത്ത് മൂപ്പരെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവാണ് മൂപ്പര്. അപ്പൊ ഇങ്ങനെ ആ ഒരു കണ്ടൊരു പരിചയത്തിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. കണ്ടപ്പോ മൂപ്പര് എന്നെ വിളിച്ചിട്ട് പിന്നെ ഫുൾ ആക്ഷനാണ്. അത് നമുക്ക് ഇയാൾക്കാണെങ്കിൽ എന്താ പ്രശ്നം? ഓപ്പറേഷനെല്ലാം ചെയ്തിട്ട് മുറിവും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ അടികൊണ്ടിന്നാ പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു ക്യാമറയും ഉണ്ട്. എന്നോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. സൈക്കിൾ എടുത്തിട്ട് ഇപ്പൊ പോകാനും കഴിയില്ല. അതൊക്കെ എന്തല്ലോ ഇതിന് ചാവി വേണം. ഇപ്പം വല്ലാത്തൊരു അവസ്ഥയാണ്. പാവത്തിനാണെങ്കിൽ ചെവിടും കേൾക്കൂല, സംസാരിക്കാനും കഴിയില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ പിടിച്ചിട്ടാണ് രണ്ടാൾക്കാർ ബൈക്കിൽ സ്കൂട്ടിയിലാറ്റം വന്നിട്ട് അടിച്ചിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ നിയമപാലകർ ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ളത്. ഇയാള് കാനങ്ങാട് നാറ്റം വരുന്നതാണ്. പഴയങ്ങാടി SIനെ വിളിച്ചിട്ടുണ്ട്. അപ്പം SI ജീപ്പ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെയുള്ള യുവാക്കള് ഈ രാഗിൽ നിന്നാണ് ഈ യുവാവിന്റെ പേര് പറഞ്ഞ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇപ്പൊ രാഗിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചാവി തപ്പിയിട്ട് നടക്കുന്നുണ്ട്. ചാവി കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റൂ. കാണുന്നുണ്ടോ? എന്താ ഇങ്ങോട്ട് അടിച്ചോ? വേറെ വേറെ പിന്നെ അടിച്ചു പിന്നെ സുഹൃത്തുക്കളെ, ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തു ഇതിനെ കുറിച്ചിട്ട്. ഞാൻ അറിയാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സംസാരിക്കാൻ അറിയില്ല, ചെവി കേൾക്കൂല, ഒരു മിണ്ടാപ്രാണി. അപ്പോ ഏതാ സ്ഥലം എടുത്ത സ്ഥലം ഇല്ല വക്ക സ്ഥലം കണ്ണൂരിൽ നിന്നാണ് രാത്രി വന്നിട്ട് കുറച്ച് ആൾക്കാര്, രണ്ടാളെന്നാ പറയണത്, ഇവരെ തല്ലി ഓപ്പറേഷൻ ഒരാഴ്ച മുമ്പായിട്ട് 2 ആഴ്ച മുമ്പായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. സൈക്കിളിൽ നിന്ന് വീണിട്ട് അങ്ങോട്ട് കടി കെട്ടി കൊടുത്ത് അവിടെ വീങ്ങിക്കണു. അപ്പൊ ഒരു കാര്യം പറയാനുള്ളത്, പ്രവാചകൻ പറഞ്ഞൊരു 3 വിഭാഗമുണ്ട്. ഒരിക്കലും അവരുടെ പ്രാർത്ഥന പടച്ചിറപ്പ് തട്ടൂല. അതിൽ പ്രവാചകന് എണ്ണിയ ഒരു വിഭാഗം ദുആഉൽ മദ്ലൂമിയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. പടച്ച റബ്ബിന്റെ അടിയിലും ആക്രമിക്കപ്പെട്ടവന്റെ അടിയിലും യാതൊരു ഹിജാബും ഒരു മറയുമില്ല. ഡയറക്റ്റ് പടച്ചോരത്തിലുള്ള അഭ്യർത്ഥനയാണിത്. ദ്വയർന്നാവും തീരും. ഈ മിണ്ടാപ്രാണിയെ തല്ലിയിട്ട് കുത്തിയിട്ട് മാന്തിയിട്ടിനോട് നിങ്ങൾക്ക് എന്താ കിട്ടണേ? ഒന്നല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എത്ര വീഡിയോസിൽ ഇയാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 5 വക്ത് ഈ പൂർണ്ണ ഫിറ്റ്നസ്സും ആരോഗ്യമാണ്. നമ്മൾ എത്ര വക്ത് നിസ്കാരം കഥാക്കുന്നുണ്ട്, അതായിട്ട് എത്ര തവണ നിസ്കരിക്കലുണ്ട്. ഈ സുഹൃത്ത് നിസ്കരിക്കണം. ഈ ഒരു ഭദ്രതയും മൂകതയും വകവെക്കാതെ പടച്ച റബ്ബിന് സുജൂദിയുടെ ദൃശ്യങ്ങളും വിശ്വസും എത്ര തവണ ഞാൻ കാട്ടി തന്നു. സൂക്ഷിച്ചാൽ തൊക്കിക്കേണ്ട. കാരണം ഈ സംസാരിക്കാനും ചെവി കേൾക്കാത്ത ഈ മനുഷ്യരെ തല്ലിയിട്ട് എന്ത് റൗഡിത്തര എന്തുകൊണ്ട് കിട്ടണ് ബെനിഫിറ്റ് എന്താ? ഗുണം എന്തെങ്കിലും ഉണ്ടോ? തല്ലിയിട്ട് ഇതാ ഇവിടെ വീങ്ങിക്കണു, ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ തല്ലിക്കണു. ഉണ്ടോ 2 മുട്ട് വരുത്താറുണ്ട്. ഞാൻ പറയട്ടെ, ഇന്നെ പലവട്ടവും കാണാൻ വരലുണ്ട്. പലവട്ടം എന്നിട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും മിഠായോ പലഹാരങ്ങളോ എന്തുകൊണ്ടെങ്കിലും ഒരു കുറെ കായുണ്ടായിട്ടൊന്നല്ല ഉള്ള. ഇപ്പൊ വന്നപ്പോ തന്നെ ഈസിൽ ഒരു 10 50 ഉറുപ്പിട്ടുണ്ട്. എനിക്ക് തന്നു, നിങ്ങൾ എടുത്തോ പറഞ്ഞിട്ട്. അപ്പോ ഇതാ ഇത് വന്നേക്ക് എനിക്ക് കാണിച്ചു തന്നു, നിങ്ങൾ എടുത്തോ പറഞ്ഞിട്ട്. അപ്പോ ഉണ്ടാവുന്ന അനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും കൊടുന്നേറ്റാണ്. വീട്ടിൽ ഇങ്ങോട്ട് കാണാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊടുന്നേരലുണ്ട്. വിഷയം നമുക്ക് ആൾക്കാരെ കുടിച്ച പേരറിയോ തല്ലിയാളെ പേരറിയോ? എന്താ കണ്ടുപോണോ? നിസ്കരിച്ചിട്ട് ഒറ്റടിച്ച് കുടിച്ചോ? മുൻതാരം മുറിച്ച് കളിയുന്ന അത്ര ഭീഷണിപ്പെടുത്തിയത്.
സൈക്കിള് ഓട്ടുമ്പോ ചവിട്ടിയിട്ട് അപ്പുറത്തെ കുയ്യിക്ക് അപ്പുറത്തെ കാട്ടിക്ക് മറിച്ചിട്ടു പോലും. നമുക്ക് ആളെ കുടിച്ച സൈക്കിളോടെ ആ സൈക്കിള് സൈക്കിളിന് പറ്റിക്കണോ? ആ ബ്രേക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടാ പറയണേ. എന്താ മനുഷ്യനല്ല നിങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ മൃഗാണെങ്കിൽ പിന്നീ നോക്കാന്ന്. പഠിച്ചോൻ വിവേകവും ബുദ്ധിയും കൊടുത്തിട്ടില്ല വിചാരിച്ച ഈ മനുഷ്യന് ഈ ബുദ്ധിയും വിവേകവും വന്നിട്ട് മാറി ചെറ്റത്തരം ചെയ്യണമെങ്കിൽ നമുക്ക് പിടിക്കാം, ആളെ പിടിക്കാട്ടോ ഇൻഷാ അല്ലാ. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ആ ഒരു മെണ്ടാപ്രാണിയെ ആക്രമിക്കപ്പെട്ടവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം പ്രവാചകന് പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട്. 3 പേരുടെ പ്രാർത്ഥന പടച്ചറബ് ഒരിക്കലും തട്ടുകയില്ല. അതിൽ പ്രവാചകൻ എണ്ണിയ ഒരു വിഭാഗം എന്നുള്ളത് ദുആഉൽ മദ്ലൂമിയാണ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അതും സംസാരിക്കാൻ അറിയാത്ത, ചെവി കേൾക്കാൻ അറിയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം.
ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്ഥാപനങ്ങളിലും അതുപോലെ എൻ്റെ റൂമുകളിലും അദ്ദേഹം പലതവണ വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളുമായിട്ടാണ് എന്നെ കാണാൻ വരാം. അത്രക്കും സ്നേഹവും വാത്സല്യവും ഈ ഒരു ബധിരതയെയും ഈ ഒരു മൂകതയെയും അതിൻ്റെ അപ്പുറത്ത് ഒരു സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ് വക്കാസ് എന്നുള്ള നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വക്കാസ് ഭായി. പൂർണ്ണ ആരോഗ്യവന്മാരായി നാമെല്ലാം എത്ര നിസ്കാരം കളാക്കലുണ്ട്, എത്ര പേര് നിസ്കാരം ഒഴിവാക്കാറുണ്ട്. പലതവണ പല വീഡിയോസുകളിലും അദ്ദേഹം നിസ്കരിക്കുന്ന ഈ ഒരു ബധിരതയും ഈ മൂകതയും ഒന്നും വകവെക്കാതെ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പലതവണ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അകാരണത്താലാണ് നിങ്ങൾ ആ സുഹൃത്തിനെ ഉപദ്രവിച്ചതെങ്കിൽ അയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ വക്കാസ് ഭായി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല ഇന്ത്യ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. സംസാരിക്കാൻ അറിയില്ല, ചോട് കേൾക്കാൻ അറിയില്ല.